ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൻ്റെ അലയൊലികൾ അടങ്ങിയിരിക്കുന്നു. ഇനി എല്ലാ കണ്ണുകളും IPLന്റെ 19ാം സീസണിലേക്കാണ്. എല്ലാ ടീമുകളും ഇത്തവണ സജ്ജമായി കഴിഞ്ഞു. ഒരു ആവേശത്തിൻ്റെ പോരാട്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിക്കാനായി. ആദ്യ ഓവറിൻ്റെ ആദ്യ ബോൾ മുതൽ അവസാന ഓവറിൻ്റെ അവസാന ബോൾ വരെ ത്രില്ലടിപ്പിക്കുന്ന മത്സരങ്ങൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ക്രിക്കറ്റ് ആരാധകർ. കഴിഞ്ഞ സീസണിൽ ഏറെ നിറം മങ്ങിപ്പോയ CSK ഇത്തവണ പ്രതീക്ഷയിൽ മുൻപന്തിയിലാണ്. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ രാജസ്ഥാനിൽ കൈമാറി സഞ്ജു സാംസനെ CSK നിരയിലെത്തിച്ചപ്പോൾ ഇത്തവണ CSKക്ക് ആരാധകർ വർദ്ധിക്കാനും അത് കാരണമായി. എന്നാൽ വേൾഡ് കപ്പിന് മുന്നേ നടന്ന ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ സഞ്ജു സാംസൺ 5 മാച്ചുകളിൽ നിന്ന് ആകെ നേടിയത് 46 റൺസ്. ആരാധകർ ആശങ്കപ്പെട്ട സമയമായിരുന്നു അത്. എന്നാൽ T20 വേൾഡ് കപ്പിൽ ബെഞ്ചിൽ നിന്ന് കോടിക്കണക്കിന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിൽ ഇടം പിടിച്ച താരമായി സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആവേശത്തിലാണ് CSK ആരാധകർ. CSK കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങും മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുമെല്ലാം വളരെ തന്ത്രപരമായിട്ട് തന്നെയായിരുന്നു സഞ്ജു സാംസനെ CSK നിരയിലെത്തിച്ചത്. കാലെക്കൂട്ടി കാണാനുള്ള അവരുടെ ഒരു മികവ് തന്നെയാണ് സഞ്ജു സാംസനെ CSKക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ CSKക്ക് വേണ്ടി സഞ്ജു സാംസന്റെ അത്യുജ്വല പ്രകടനം തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഫോം അനുസരിച്ച് ആരാധകർ നിരാശപ്പെടേണ്ടി വരില്ല. പൊതുവെ വയസ്സൻ പട എന്ന് പലരും വിമർശിച്ചിരുന്ന CSK ഇത്തവണ അടിമുടി മാറ്റങ്ങളുമായാണ് IPLനെത്തുന്നത്. യുവകളിക്കാരെ കൊണ്ട് സമ്പന്നമായിരിക്കുന്നു CSK. കഴിഞ്ഞ സീസണിൽ ഏറ്റവും മോശം പ്രകടനമായിരുന്നു CSK കാഴ്ചവെച്ചത്. പക്ഷേ അവസാനഘട്ട മത്സരങ്ങളിൽ ആയുഷ് മാത്രയെ ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നപ്പോൾ CSKക്ക് അല്പമെങ്കിലും തലയുയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓപ്പണിങ്ങിൽ ആയുഷ് മാത്രയും സഞ്ജു സാംസണുമായിരിക്കും IPLൽ CSKക്ക് വേണ്ടി ഒരു വെടിക്കെട്ട് തുടക്കം നൽകുന്നത്. ഇന്ത്യക്ക് വേൾഡ് കപ്പ് സമ്മാനിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മറ്റൊരു താരമായ ശിവം ദൂബെ ഫിനിഷറായി CSK നിരയിലുണ്ട് എന്നതും CSKക്ക് ആശ്വാസകരം തന്നെയാണ്. ഈ വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഡിവാൾഡ് ബ്രേവിസും CSK നിരയിലുണ്ട്. ന്യൂസിലാൻഡ് ബൗളിംഗ് താരം മാറ്റ് ഹെൻറിയും അഫ്ഗാനിസ്ഥാൻ താരം സ്പിന്നർ ബൗളർ നൂർ അഹമ്മദും വെസ്റ്റ് ഇൻഡീസിന്റെ സ്പിൻ ബൗളിംഗ് താരം മക്കേൽ ഹുസൈനും CSKയുടെ സ്ക്വാഡിലുണ്ട്. മാറ്റ് ഹെൻറി വേൾഡ് കപ്പിൽ നേടിയത് 10 വിക്കറ്റുകളായിരുന്നു. ഡിവാൾഡ് ബ്രേവിസ് 208 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഈ വേൾഡ് കപ്പിൽ നേടിയത്. നൂർ അഹമ്മദ് വിക്കറ്റുകളൊന്നും നേടിയില്ലെങ്കിൽ പോലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്ന ബൗളർ തന്നെയാണ്. അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും നമ്മൾ കണ്ടതാണ്. അഖിൽ ഹുസൈൻ്റെ പന്തുകളെ ഏത് വിധത്തിൽ ബാറ്റർമാർ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. പലപ്പോഴും ബാറ്റർമാരെ കബളിപ്പിച്ച് കളയുന്നൊരു ബൗളറാണ് അഖിൽ ഹുസൈൻ. സ്പിൻ ബൗളിങ്ങിന് ശക്തി പകരാൻ ഇന്ത്യൻ നിരയിൽ നിന്ന് രാഹുൽ ചഹാറുമുണ്ട്. പേസ് ബൗളിങ്ങിന് മാറ്റ് ഹെൻറിയും ഖലീൽ അഹമ്മദും തന്നെയായിരിക്കും നയിക്കുക. 19കാരൻ ആയുഷ് മാത്രമല്ല 14.2 കോടിക്ക് വിളിച്ചെടുക്കപ്പെട്ട 18കാരൻ കാർത്തിക് ശർമ്മയും CSK ബാറ്റിങ്ങിന് ശക്തി പകരും. വേൾഡ് കപ്പിന് മുമ്പ് CSK IPL കിരീട സാധ്യത വളരെ പിറകിലായിരുന്നു എങ്കിൽ വേൾഡ് കപ്പിന് ശേഷം ഇത്തവണ IPL കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിലെത്തിയിരിക്കുന്നു CSK എന്ന് തന്നെ വേണം പറയാൻ. ഈ 2020 വേൾഡ് കപ്പിൽ പല രാജ്യങ്ങൾക്കായി കളിച്ച് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച കളിക്കാർ ഇന്ന് CSK സ്ക്വാഡിലുണ്ട് എന്നത് തന്നെയാണ് CSKയുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. CSK ക്യാപ്റ്റന് ഇത്തവണ ഭയപ്പെടേണ്ടതില്ല. കാരണം ഗ്രൗണ്ടിനകത്തും പുറത്തുമായി തന്ത്രങ്ങൾ മെനയാൻ കൂടെ സഞ്ജു സാംസണും മഹേന്ദ്ര സിംഗ് ധോണിയുമുണ്ട്. കാത്തിരിക്കാൻ നമുക്ക് ആവേശ പോരാട്ടത്തിൻ്റെ നാളുകൾക്കായി. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.